വയനാട്ടിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് ബജ്രംഗ് ദൾ കൊലവിളിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ്. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്ന് പാസ്റ്റർക്ക് നേരെ ഭീഷണി മുഴക്കിയതിനാണ് കേസ്. പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൗണിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, സ്വമേധയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും അത് വാർത്തയാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് നിലവിൽ സുൽത്താൻ ബത്തേരി പോലീസ് SI ആയിട്ടുള്ള സോബിൻ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഇട്ട വകുപ്പുകൾ ഭീഷണി, തടഞ്ഞുവെക്കൽ, കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ വിളിക്കാൻ വേണ്ടി ചെറുകാട് ഉന്നതിയിലേക്ക് എത്തിയപ്പോഴാണ് പാസ്റ്ററായിട്ടുള്ള അനീഷിന് നേരെ ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടായിട്ടുള്ളത്. അതായത് തടഞ്ഞു വെച്ച ശേഷം ഭീഷണി മുഴക്കുകയും കൊല്ലുമെന്ന് ഉൾപ്പെടെയുള്ള ഭീഷണിയാണ് മുഴക്കിയത്. അത് ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് തുടരുകയാണ്. അതായത് ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അന്വേഷണം പോലീസ് തുടങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗവും കേസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ FIR ഇട്ടിരിക്കുന്നത്. ഇനി മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കും. വിശദമായ മൊഴിയടക്കം രേഖപ്പെടുത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. ഇതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ പ്രചരിച്ചത് ഈ ഒരു ഘട്ടത്തിലാണ്. ദൃശ്യങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറായിട്ടുള്ളത്. അതാണ് ഏപ്രിൽ നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബജ്രംഗ് ദൾ കൊലവിളിയായിരുന്നു വയനാട്ടിൽ നടന്നത്. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്ന് പാസ്റ്റർക്ക് നേരെ ഭീഷണിയായിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രചരിച്ചു. ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. തുടർ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നതാണ് സുർജിത്ത് നൽകിയ വിവരം.